കരിക്കകം ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ അശോക് കുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, ഇവിടെ ഉള്ളവർക്ക്, ഈ പ്രദേശത്തുള്ളവർക്ക്, ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം, പണ്ട് വളരെ ഒരു ചെറിയ ക്ഷേത്രമായിരുന്ന ആ ഒരു ഇടത്ത് നിന്ന് വളരെ ഒരു വലിയ മഹാക്ഷേത്രമായി പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചാമുണ്ഡി ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ? ഏകദേശം 24 വർഷത്തോളമായി ഞാൻ ഈ ട്രസ്റ്റ് ബോർഡ് അംഗമായിട്ട്, അന്ന് ചെറിയ രീതിയിൽ ഒരു അന്നദാനം കൊടുക്കാനായിട്ട് സാധിച്ചിരുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ ഇന്ന് 10,000-കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും അന്നദാനം കഴിക്കുന്നു. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങളാണെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും, ജില്ലകളിൽ നിന്നും മാത്രമല്ല, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്ന് പോലും ഒരുപാട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ക്ഷേത്രം ഒരു വൻ വികസനത്തിൻ്റെ, ഒരു പ്രശസ്തിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ദേവിയുടെ ശക്തിയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്, സത്യദേവതയാണ്. അതാണ് പ്രധാനം. ദേവിയുടെ ഏറ്റവും പ്രധാനം സത്യമാണ്. സത്യം മാത്രമേ ഇവിടെ വിജയിക്കുകയുള്ളൂ. ആ സത്യദേവത എന്നുള്ള പേര് കൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയും പ്രശസ്തിയായത്. പണ്ടൊക്കെ ഞാനൊക്കെ കേട്ടിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത്, അതായത് എന്തെങ്കിലും ഒരു സാധനം, ഒരു മുതൽ മോഷണം പോയാൽ കരിക്കാത്തമ്മയുടെ നടയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ, നിന്നെ കാണിച്ചു തരും എന്ന് പറയുന്ന അനുഭവങ്ങളുള്ള നാട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അനുഭവത്തെക്കുറിച്ച്, പണ്ടത്തെ ആ ഒരു കാലത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ അങ്ങേക്ക്? അതായത് പണ്ട് ശാസ്ത്രീയമായി കുറ്റം തെളിയിക്കാൻ സാധിക്കാതിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു മോഷണം നടന്നാലോ വേറെന്തെങ്കിലും നടന്നാലോ രാജാ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ആ കളവ് സംശയിക്കപ്പെടുന്ന ആളിനെ ക്ഷേത്രത്തിൽ വരികയും രക്തചാമുണ്ഡി നടയിൽ നിലവിളക്ക് കൊളുത്തി കത്തിച്ച് സത്യം ചെയ്യിക്കാനുള്ള ചടങ്ങ് നടത്തുകയും ചെയ്യും. ആ ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ തന്നെ സത്യമല്ല, അവർ എന്തെങ്കിലും കളവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അപ്പോൾ തന്നെ അവർ ആ കളവ് ഏറ്റുപറയുകയും അതിനൊരു മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ പതിവ്. തുടർന്ന് ആ സത്യം ചെയ്യിക്കൽ ചടങ്ങ് ഇപ്പോൾ നടന്നു വരുന്നു. ഇപ്പോഴും അപൂർവമായി ആ സത്യം ചെയ്യിക്കൽ ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണ എന്തൊക്കെയാണ് ഈ അമ്പലത്തിൽ കൂടുതലായിട്ട് ചെയ്യാൻ സാധിച്ചത്? ഈ വർഷം ഏകദേശം 1500 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപമാണ് ഞങ്ങൾ പണിതിരിക്കുന്നത്. കൂടാതെ ക്ഷേത്രത്തിൻ്റെ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളാണ് ഗവൺമെൻറ്റും കോർപ്പറേഷനും ക്ഷേത്ര ട്രസ്റ്റും ചേർന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊങ്കാലയ്ക്കും എല്ലാം സുഗമമായ കാര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംതൃപ്തനാണ് തവണ? 100% സംതൃപ്തനാണ്. ഇന്ന് വെള്ളിയാഴ്ച, ഇന്നും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ദർശനത്തിനും ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.